ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിനും ചെമ്മനിൽ പോലെ നാളത്തെ വിശേഷങ്ങളൊക്കെ ഒരു സാധ്യത ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. കാരണം നമ്മുടെ സച്ചി എല്ലാവരും വിളിച്ചു വരുത്താണ്. എടാ, നീയാണ് ഇവിടുത്തെ കുറ്റക്കാരൻ, നീ തന്നെയാണ് ഇവിടുത്തെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ 50 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, 50 ലക്ഷം രൂപ കൂടാതെ വേറെ കാശും എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഇത് ശ്രുതി പറയുന്നുണ്ട്. സച്ചി എന്തൊക്കെയാണ് പറയുന്നത്, സച്ചി ആവശ്യമില്ലാതെ പറയരുത്, കാരണം ഞങ്ങൾ മേലെ ഓരോ ദിവസവും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആൻറ്റി ഇത് കണ്ടോ ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ നീ കുടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, നീ എൻ്റെ ആവശ്യത്തിൽ സംസാരിക്കുന്നത്, നിനക്ക് എന്നെ വേറെ ബോധമൊന്നുമില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. ഇവൻ അച്ഛൻ്റെ കാശ്, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ടായ 50 ലക്ഷം രൂപ, ആ 50 ലക്ഷം രൂപ മേടിച്ചെടുത്തിട്ട് ആ കാശ് കൊടുക്കാതെ ആ കാശ് അതായത് ഇവനും എൻ്റെ ഭാര്യയും കൊടുത്ത് അടിച്ചു മാറ്റിയതാന്ന് പറയാം. ഒന്നാൻ്റെ അല്ലാതെ നീലിമ അല്ല അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ നീലിമ അല്ല അടിച്ചു മാറ്റുക, നീലിമ അടിച്ചു മാറ്റുന്നതൊക്കെ ഇവർ പറഞ്ഞെന്നുള്ളത്. പക്ഷേ ആ ക്യാഷൊക്കെ അവർക്ക് തിരിച്ച് കിട്ടുകയൊക്കെ ചെയ്തു. തിരിച്ചു കിട്ടുമ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം ഇല്ല ഇവൻ വേറെ പണിയൊന്നുമില്ല, ഇവനൊന്നും ഇല്ല പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് ഇല്ല ആൻറ്റി, ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ മേലെ കുറ്റം ഓരോന്നും പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഞങ്ങളെ തന്നെ ഇവിടെ കുറ്റം, ഒന്നാമത് ഞങ്ങളുടെ കാശ് പോയതിൻ്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചി നിനക്ക് എവിഡൻസ് ഉണ്ടോ? ഇപ്പം ചോദിച്ച ചോദ്യം, ഇപ്പം ചോദിച്ച പാർലമെൻറ്റിൽ ഇപ്പം ചോദിച്ച ചോദ്യം അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞാൽ എവിഡൻസ് അല്ല എനിക്ക് വേണ്ട, എവിഡൻസ് തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചു വരുത്താൻ ആരും വിളിച്ചത് അത് ഇപ്പം എവിഡൻസ് തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ നീലിമ എന്ന് പറഞ്ഞ് വിളിക്കുക കഴിയുമ്പോഴത്തെ നീലിമ 2 പ്രാവശ്യം വിളിക്കുമ്പോൾ നീലിമ പുറത്തുനിന്ന് വരികയാണ്. പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് നീലിമയെ കാണുമ്പോഴത്തേക്ക് ശ്രുതിയുടെയും മുഖം അടി കൊണ്ടതുപോലെ അടി എന്ത് ചെയ്യുമെന്ന് എന്നറിയത്തില്ല. നേരെ വന്ന് രണ്ടുപേരും മുമ്പേ നിൽക്കുക, അതായത് നമ്മുടെ ചന്ദ്രയുടെയും രവീന്ദ്രൻ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞ അങ്കിളെ ആൻറ്റി ഞാനാണ് നിങ്ങളുടെ മകൻ നേരത്തെ സ്നേഹിച്ച, അതായത് ലിവിങ് ടുഗദറൊക്കെ ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന ഞാനാണ് നീലിമ, ഞാനാണ് പൈസ ആദ്യം കൊണ്ടുവരുന്നത്. മോളെ നീ നിനക്ക് ഒരു ബോധമില്ല, നീ ഇത്രയും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിനക്ക് ഇത്ര ഇന്നൊരു പെണ്ണല്ലേ, നീ ഈ ക്യാഷ് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് മോശമല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം രവീന്ദ്രൻ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അങ്കിളെ എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ആ സിറ്റുവേഷനിൽ വെച്ച് ഞാനത് അങ്ങനെ ചെയ്തു പോയി, അതല്ലാതെ തന്നെ വേറെ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ചന്ദ്ര പറയണം നീ ആവശ്യത്തെ കുറ്റം പറഞ്ഞു, നീ എൻ്റെ മോനെ ഇതിൻ്റെ അകത്ത് കുറ്റം പറഞ്ഞിട്ട് അല്ല, നീ എൻ്റെ മോനെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കിയിട്ട് നീ കടന്നു കളയാനുള്ള പ്ലാനല്ല നടക്കുന്നത്, എന്നിട്ട് നീ എൻ്റെ മോനെ 50 ലക്ഷം കൊണ്ടുപോകുന്നത് എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നു പറഞ്ഞത്. ഞാൻ 50 ലക്ഷം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ 50 ലക്ഷം അതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, 50 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കൊടുത്തു. 50 ലക്ഷം കൂടാതെ 3 ലക്ഷം രൂപ പലിശ ചേർത്ത് നിങ്ങളുടെ മരുമോള് മേടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ ശ്രുതിനെ നോക്കും എല്ലാവരും, അത് അടി കൊണ്ടുപോലെ ശ്രുതി നിൽക്കുക, എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുന്നില്ല. അതായത് ഞാൻ ഒരു 5 മാസത്തിന് മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്, ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് 50 ലക്ഷം രൂപ മേടിച്ച് അതായത് ഇവളുടെ ശ്രുതിയുടെ പാർലറിൽ പോയപ്പോഴത്തേക്ക് ശ്രുതി എന്നോട് പറഞ്ഞ് ഇന്ന പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് സുധീനെ വിളിച്ചെല്ലാം വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒപ്പിട്ട് എഴുതി മേടിച്ച സംഭവങ്ങളാണ് ഈ കേസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ കാശ് ഞാൻ 50 ലക്ഷം കൊടുത്തു, അതുകൂടെ തന്നെ നിങ്ങളുടെ മരുമോള് പറഞ്ഞ 3 ലക്ഷം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്ത് എൻ്റെ നിന്ന് എല്ലാം വസൂലാക്കി. നിങ്ങളുടെ മകൻ അത്രമാത്രം കഴിവൊന്നുമില്ല, പക്ഷെ മരുമോള് ഇത് മേടിച്ചെടുത്തത് മരുമോള് തന്നെയാണ്, മരുമോള് കാരണം കൊണ്ടാണ് ഇത്രയും സംഭവം ഉണ്ടായത്, നിങ്ങളുടെ മകൻ മാത്രമല്ല, രണ്ടുപേരും ഭയങ്കര ഫ്രോഡാണ് എന്ന് പറഞ്ഞ് അങ്ങളെ ഞാൻ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ശരിയാണ്, പക്ഷെ ഞാനിപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് നിങ്ങളോട് സോറി പറയുന്നുണ്ട്, കുടുംബത്തോട് സോറി പറയുന്നുണ്ട്, ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീലിമ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് 2 പേർ മുഖത്ത് നോക്കുന്നുണ്ട്. അതായത് ശ്രുതിയുടെ മുഖത്ത് നോക്കി അവർക്കാണെങ്കിൽ അടി കൊണ്ടതുപോലെ ഇരിക്കുക, എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുന്നറിയാതെ അടി കൊണ്ടതുപോലെ ഇരിക്കുക. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞുള്ള നീലിമ നല്ല ചിരിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത് കാണുന്ന ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നീലിമയോട് സച്ചി പറയുന്നുണ്ട് നീലിമ നീ ഒരു തെറ്റ് ചെയ്തു, ഇനിയെങ്കിലും ജീവിതത്തിൽ തെറ്റൊക്കെ ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ ചോദിക്കുക നീ ഇത് കാണിച്ച് നീ ഇതിപ്പോൾ പറഞ്ഞതെല്ലാം പറഞ്ഞത് ശരിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും, അതായത് ഇതിൻ്റെ അകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും, അതായത് നീലിമ കൊടുക്കുന്നുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ പോലീസ് സ്റ്റേഷൻ വെച്ച് വക്കീലും സഹിതം എഴുതി വെച്ചൊരു പേപ്പറുണ്ട്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നീലിമ പറയുന്നുണ്ട് ഇതെല്ലാം എവിഡൻസ് ആണ്, ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ്, ഇത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, കാരണം പക്ഷേ ഇതൊക്കെ എന്താണ് വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ രവീന്ദ്രൻ ചോദിക്കും നീ എൻ്റെ പൈസ അടിച്ചു മാറ്റിയതാണോ അല്ലെങ്കിൽ കൊണ്ടുപോയതാണോ ചോദിക്കും, നിനക്ക് ഇത് ചെയ്ത് ശരിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും
പിന്നെ രവീന്ദ്ര മിണ്ടാ നിൽക്കുക അണ്ണൻ ചന്ദ്ര പറയാ സുധി ഇങ്ങോട്ട് വരാൻ പറയാം. സുധി ഇങ്ങോട്ട് പറയാം, എടാ നീ ഇത്ര നാൾ എന്നെ കളിപ്പിക്കുമായിരുന്നല്ലേടാ സുധി, ഇത്ര നാൾ എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ, നീ നിന്നോട് നിന്നെ ഇത്ര പ്രതീക്ഷയില്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ 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 അത് ഞാനല്ല, ശ്രുതിയാ പറഞ്ഞ 50 ലക്ഷം കിട്ടിയത് കാശെടുത്ത് ഷോറൂം തുടങ്ങണമെന്നുള്ള ഇത് പറഞ്ഞു. ഉടനെ ശ്രുതിന് എടി വാടി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു ഒറ്റ അടി കൊടുക്കും. ഒറ്റ അടി എന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പോലെ നീ കാരണം കൊണ്ട് എൻ്റെ മകനും അതായത് മകനും എല്ലാവരുടെയും മക്കളെ എല്ലാവരുടെ മുമ്പ് ഞാൻ നാണക്കേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നീയാണോട് ഇത്ര കളത്തരം കാണിച്ചത്, നിന്നെ ഒരു പണക്കാരും മരുമോളാണെന്ന് പറഞ്ഞ് ഞാനിത് കണക്കാക്കി വെച്ചേക്കുന്നല്ലേ. പക്ഷെ എന്നിട്ട് നീ ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ? നിനക്കൊരു മനസാക്ഷിയില്ല, നീ എന്താണ് കാണിച്ചു കൂട്ടിയത്? നിന്നെ പെരുമയായിട്ട് അതായത് ഭയങ്കര പെരുമയായിട്ട് ഞാൻ കൊണ്ടു നടന്നല്ല, എന്നിട്ട് പക്ഷെ നീ എന്നോട് എന്താ ചെയ്തത്? ഇതൊക്കെ കാണിച്ചത് ഭയങ്കര മോശമല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൻറ്റി അത് അവൻ ജോലി ഒന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്ത കാരണം, അല്ലെങ്കിൽ അവന് അതായത് ശ്രുതി എപ്പോഴും ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ അത് 2-3 ജോലിക്കൊക്കെ പോയി. പക്ഷെ 2-3 ജോലിക്ക് പോയിട്ടും വെറുതെ ഇരിക്കുമെന്ന് ഞാൻ പല പ്രാവശ്യം പോയി ജോലിക്ക് പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞത് എപ്പോഴും പറഞ്ഞ് ഞാൻ പണക്കാരനായിട്ട് ജോലിക്ക് പോകത്തുള്ളൂ, അല്ല പണക്കാരനല്ല ഞാൻ ആവുകയാണെങ്കിൽ മുതലാളി ആകത്തുള്ളൂ, അല്ലാതെ ആകത്തില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, പാർക്കിലും അവരൊക്കെ പോയിരിക്കുമല്ലോ, അല്ലാതെ വേറെ എന്താ, ഇവിടെ തന്നെ ആണെങ്കിൽ നിങ്ങളും ഈ വീട്ടിൽ ബഹുമാനം കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഏൽപ്പിക്കാനുണ്ട്, ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് ഇത്ര നാൾ നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ അടി പിന്നെയും കൊടുക്കട്ടി. ഞങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങൾ അമ്മയായിട്ടിരുന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴാണ് അടി കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ നീ പറഞ്ഞത് തന്നെ തെറ്റാന്ന് പറയുന്നത്. കാരണം അവൻ്റെ ഡിഗ്രി ഇല്ല പേരിന്, അതായത് അവൻ്റെ പേരിന് ബാക്കിലുള്ള അവൻ്റെ ഡിഗ്രി തന്നെ ഞങ്ങൾ പഠിപ്പിച്ച വിദ്യാഭ്യാസം, അത്രയും വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവന് ഞങ്ങൾക്ക് അത്രയും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പൈസ എടുത്ത് ഞങ്ങൾക്ക് അവന് വിനിയോഗിക്കാൻ പറ്റത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് നിൻ്റെ അച്ഛൻ കൊടുത്ത ക്യാഷാണ് നീ പറഞ്ഞില്ലെന്ന് പറയാം. അതെന്താ പറഞ്ഞത് ചോദിക്കുമ്പോഴത്തെ പറയാം, അത് ആൻറ്റി ഈ പൈസ അച്ഛൻ കൊടുത്തു, പക്ഷെ പിന്നീട് ഞാൻ അത് പൈസ കിട്ടുമ്പോഴത്തേക്ക് തിരിച്ചു ഏൽപ്പിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക, അല്ല ചന്ദ്രൻ പറയുക, മിണ്ടിപ്പോരുത് നീ കാരണം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന, നീ 30 ലക്ഷം രൂപ കളഞ്ഞ്, അതുപോലെ തന്നെ ഈ 50 ലക്ഷം കൊണ്ട് എത്ര ലക്ഷം രൂപ കൊണ്ട് കളയുന്നത്, നീ കാരണം കൊണ്ട് ഞാൻ വീട്ടിലുള്ള എല്ലാവരുടെ മുമ്പേ അപമാനപ്പെട്ട് നിൽക്കുക എന്നുള്ള ഇത് പറഞ്ഞിട്ട് പിന്നെ അടിക്കാൻ പോയപ്പോഴത്തേക്ക് രവീന്ദ്രൻ കയറി പിടിച്ചിട്ട് നീ മിണ്ടിപ്പോരുത്, നീയൊക്കെ കാരണം കൊണ്ടാണ് ഈ പരിപാടി എല്ലാം ലാളിച്ച് കുഞ്ചിച്ചൊക്കെ വളർത്തിയ ആൾക്കാരൊക്കെ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറഞ്ഞു, നീ കയറി അകത്ത് പോകുന്ന പറയാം ഉടനെ. പക്ഷേ ഈ ശ്രുതി മിണ്ടാതെ നിൽക്കുക, സ്വന്തം ഭാര്യേനെ അമ്മ അടിച്ചിട്ട് പോലും ശ്രുതി മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീനാണ് നമ്മളിന്ന് ലാസ്റ്റായിട്ട് കാണുന്നത്. അതിനാൽ വ്യൂവേഴ്സ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഈ പോയിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ നാളത്തെ കഥ ഇടുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.